മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കാനാണോ വി.ഡി. സതീശൻ മലബാർ കലാപത്തെ പോലും അഭിമാനത്തോടുകൂടി സഭയിൽ വിളിച്ചു പറയുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ്? ഒരു ഉളുപ്പുമില്ലാതെ സഭയിൽ സതീശൻ നെറികേട് ഈ വിളിച്ചു പറയുന്നത്? മലബാർ കലാപത്തെ എങ്ങനെയാണ് മുഖ്യൻ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? മലബാർ കലാപത്തെ ന്യായീകരിച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മലബാർ കലാപത്തിൽ ഒറ്റുകാരായിരുന്നില്ല കോൺഗ്രസ്സുകാർ. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് ഞാനിവിടെ എണ്ണി പറയാം. അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, കേളപ്പജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, അവിടെ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുടെ പേരുകൾ, ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട കോൺഗ്രസ്സുകാരുടെ പേരുകൾ പറയാം. ആ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റുകാരായിരുന്നില്ല സാർ. അവര് ഒറ്റുകാരായിരുന്നില്ല. അവർ നിങ്ങൾ കേട്ടില്ലേ? ഈ മലബാർ കലാപത്തേക്ക് അഭിമാനത്തോടുകൂടി ഇന്നും വിളിച്ചു പറയാ. ഇതെന്ത് നെറുകേടാ സതീശൻ ഈ വിളിച്ചു പറയുന്നത്? ഇത് നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നതിന് സമമല്ലേ? മലബാർ കലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ സകലരും തിരിച്ചറിയണം, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തേടിപ്പിടിച്ച് കൊല നടത്തിയിട്ടുള്ള മലബാർ കലാപത്തെ എങ്ങനെയാണ് സതീശൻ ഇങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുന്നത്? ഈ മലബാർ കലാപത്തിന്റെ ഒക്കെ തുടക്കം എവിടെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തുടക്കം എവിടെയാണ്? ലഹളയിലേക്ക് എങ്ങനെ എത്തേ? അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തുർക്കിയിലെ ഖലീഫയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടല്ലേ ഖിലാഫത്ത് പ്രസ്ഥാനം ലഹളക്കൊക്കെ തുടക്കം കുറിക്കുന്നത്? ഇന്ന് മുസ്ലിം ലീഗ് രൂപപ്പെട്ടതുപോലെ അന്ന് മതത്തിന്റെ പേരിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെട്ടോ? എന്തിന്റെ പേരിൽ? തുർക്കിയിലെ ഖലീഫയെ മാറ്റിയതിന്റെ പേരിൽ. ഇന്ന് പലസ്തീന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ തെരുവിൽ പ്രതിഷേധം നടത്തുന്നതിന് പകരം അന്ന് നമ്മുടെ നാട്ടില് കലാപത്തിന് നേതൃത്വം കൊടുത്തു. ആ മലബാർ കലാപത്തെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ഈ ഖിലാഫത്തിലുള്ള എല്ലാ ആളുകളും മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ മൗലാന മുഹമ്മദ് അലിയുടെ ശിഷ്യന്മാർ മാത്രമല്ല, അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട്. മാത്രമല്ല മിക്കവാറും എല്ലാവരും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, കർഷകരും കർഷക തൊഴിലാളികളൊക്കെയാണ്. ഇവർ വളരെയധികം ആവേശഭരിതരായി എന്ന് മാത്രമല്ല ഈ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. വീടുകൾ കൊള്ളയടിക്കാൻ തുടങ്ങി. മിക്കവാറും ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുന്നു. കൊള്ളയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു വീട് തന്നെ 3-4 പ്രാവശ്യം കൊള്ളയടിച്ച സംഭവം ഉണ്ടായിട്ട്. ആദ്യം ഒരു വിഭാഗക്കാർ വന്നിട്ട് തോക്കും ആയുധങ്ങൾ എടുത്തുള്ളൂ. അടുത്ത ആളുകൾ വന്നിട്ട് പണവും നെല്ലും വാങ്ങിച്ചു. മൂന്നാമത്തെ വിഭാഗം വന്നിട്ട് സ്ത്രീകളുടെ കഴുത്തിലും കയ്യിലുമൊക്കെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു കൊള്ളയുടെ ഒരു രീതി. ഈ വള്ളുവനാട്ടിൽ ഖിലാഫത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനും ഇതിൻ്റെ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള MP നാരായണമേനോൻ ഉണ്ട്. MP നാരായണമേനോൻ മാപ്പിളമാരുമായിട്ട് വളരെയധികം സഹവസിച്ച് കഴിഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹം മുണ്ട് ഇടത്തോട്ടാണ് കൊടുത്തിരുന്നത്. മാപ്പിള വേഷത്തിൽ നടന്നിരുന്ന ഒരാളാണ്. ഇയാളെ മാപ്പിള മേനോൻ എന്ന ആളിൽ പരിഹസിച്ചു. ആ MP നാരായണമേനോൻ്റെ വീട് വരെ ഖിലാഫത്തുകാർ കൊള്ളയടിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പം പിന്നെ ബാക്കിയുള്ളവരാരും പറയേണ്ടതില്ല. ആ രീതിയിൽ ഉള്ള അക്രമങ്ങൾ അരങ്ങേറി. അപ്പോഴും ഈ കൊള്ളയിൽ തന്നെ ഒതുങ്ങി. കൊലപാതകങ്ങൾ താരതമ്യേന കുറവായിരുന്നു. എന്ന് മാത്രമല്ല ബലാത്സംഗം, നിർബന്ധിത മതമാറ്റത്തിൻ്റെ ഒരു തുടക്കം അവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് മിക്കവാറും ഏതാനും പ്രമാണികളെ ഒരുപക്ഷെ ടെററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തുടങ്ങിയെന്ന് വിചാരിക്കും. നിങ്ങൾ കേട്ടില്ലേ? ഈ കലാപകാരികൾക്കൊപ്പം നിന്നിരുന്ന MP നാരായണ മേനോന്റെ അവസ്ഥ പോലും എന്തായിരുന്നു? അവരെയും കൊള്ളയടിച്ചു വെറുതെ വിട്ടില്ല. ഹിന്ദുവിനെ തേടി നടന്നു, വളരെ തുച്ഛമായിരുന്ന ക്രിസ്ത്യാനിയെ തേടി നടന്നു. വലിയ കലാപം അയച്ചുവിട്ട മലബാർ കലാപത്തെയാണ് സഭയിൽ ഒരു ഉളപ്പമില്ലാതെ സതീശൻ ന്യായീകരിച്ച് പ്രസംഗിച്ചത്. ഇതാർക്ക് വേണ്ടിയാ? ഇവിടെ സതീശനെ മുഖ്യമന്ത്രിയായിട്ടുള്ള 22 MLA-മാരുള്ള മതപാർട്ടിക്ക് വേണ്ടിയല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയായിരിക്കില്ലേ? എന്തിനാണ് മലബാർ കലാപത്തെ പോലും ഇന്ന് ന്യായീകരിച്ച് രംഗത്തെത്തുന്നത്? മലബാർ വലിയ വായനക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ലേ സതീശനെ കുറിച്ച് സതീശൻ തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളത്? അപ്പൊ അത്രത്തോളം വായനയുള്ള സതീശൻ മനഃപൂർവ്വം ഒരു വെളുപ്പിക്കലിന്, മലബാർ കലാപത്തിനെ വെളുപ്പിക്കലിന്റെ ഒരു ശ്രമമല്ലേ നടത്തിയിട്ടുള്ളത്? ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ടും ഈ മലബാർ കലാപവുമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അന്നത്തെ ഹിന്ദു വീടുകള്, അന്നത്തെ ക്രിസ്ത്യൻ, വളരെ തുച്ഛമായ ക്രിസ്ത്യൻ വീടുകള്, അന്ന് കലാപത്തെ എതിർത്തിരുന്ന മാപ്പിളമാരുടെ വീടുകള്, ലക്ഷ്യം വെച്ചു കലാപകാരികള്, ഇത് സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ.
എങ്ങനെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, എങ്ങനെ നമ്മൾ ഇതിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഒരു സ്ഥലത്ത് നിന്ന് പോലും ഹിന്ദു ആയിട്ടുള്ള ആളുകളെ തേടി പിടിച്ച് മതപരിവർത്തനം ഉൾപ്പെടെ ചെയ്തതിന് ആ ഒരു കാര്യങ്ങളില്ലാത്ത ഒരു രേഖയുമില്ല. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് എന്ത് രേഖകൾ എടുത്തു പരിശോധിക്കുമ്പോഴും വളരെ വ്യക്തമാണ്. അതൊരു വലിയ രീതിയിൽ ഹിന്ദുവിനെ തേടിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയെ തേടിയിട്ടുണ്ട്, കലാപത്തെ എതിർത്ത മാപ്പിളമാരെ തേടിയിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് രേഖകളുള്ള ഒരു കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാവുന്നതാണ്. മലബാർ കലാപം എന്ന് പറയുന്നത് അത് നമ്മുടെ നാടിന്റെ ഐക്യത്തെ തകർത്തതാണ്. അത് നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തിയതാണ്. അത് നമ്മുടെ നാടിന്റെ എല്ലാ രീതിയിലുള്ള സകലതും നശിപ്പിച്ചതാണ്. അതാണ് ഉളുപ്പില്ലാതെ ഞങ്ങൾ വർഗീയതക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ ന്യായീകരിക്കുന്നത്. ഞങ്ങൾ അതിന് ആ മലബാർ കലാപത്തെ നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക എന്നുള്ളതൊക്കെ, അത് മാറ്റിവെക്കുക എന്നുള്ളതൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഉത്തരവാദിത്തല്ലേ. ഇത് വെളുപ്പിക്കലിന് മുഖ്യമന്ത്രിയാക്കിയതിന്റെ കൂലി, അതായത് അതിനുള്ള അവർ പറഞ്ഞ് ഏൽപ്പിച്ച പണികൾ സതീശൻ എടുത്തു തുടങ്ങിയെന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തിരിച്ചറിയേണ്ടത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങൾ പോലും സഭയിൽ മലബാർ കലാപത്തെ വി.ഡി. സതീശൻ ഇതുപോലെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ചതിന് എതിരെ ഇവിടെ എന്തുകൊണ്ട് ഒരു പ്രമുഖ മാധ്യമങ്ങളും ഒരു അക്ഷരം പോലും മിണ്ടാത്തത്? മലബാർ കലാപം എന്നെടുത്ത് അതിന്റെ ഏതൊരു ഭാഗം എടുത്തു നോക്കിയാലും വളരെ വ്യക്തമല്ലേ, എവിടെ നോക്കിയാലും വ്യക്തമല്ലേ. അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു, അതൊരു ക്രിസ്ത്യൻ വിരുദ്ധ കലാപമായിരുന്നു, അതൊരു മനുഷ്യത്വത്തിന് എതിരുള്ളൊരു കലാപമായിരുന്നു എന്നുള്ളത് അന്ന് മാപ്പിളമാരായിട്ടുള്ള അന്നത്തെ ബോധമുള്ള ആളുകളും ആ കലാപത്തെ അന്ന് എതിർത്തിരുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. അവരെയും വെറുതെ വിട്ടിട്ടില്ല. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയണോ. സതീശൻ ഇപ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കി, സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന് കെ.സി. വേണുഗോപാലിനാണല്ലോ ജനാധിപത്യപരമായിട്ട് കോൺഗ്രസിലെ MLA-മാരുടെ എണ്ണൊക്കെ കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MLA-മാർ പിന്തുണയ്ക്കുന്നത്, അതായത് ലീഗിലെ 22 MLA-മാരെക്കാൾ അധികം 40-ലധികം MLA-മാർ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചിരുന്നു. എന്നിട്ടും സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് ലീഗ് ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരമാണ്. അപ്പൊ അവരെന്തൊക്കെയോ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടിയല്ലേ മലബാർ കലാപത്തെ പോലും ഒരു ഉളുപ്പുമില്ലാതെ സതീശനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും ചിന്തിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്?